ഹലോ എവറി വൺ. നമ്മളപ്പോൾ തേർഡ് ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ബിസിനസ്, അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്ററിൽ വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ തന്നെ ബേസ് ഓഫ് ഓണർഷിപ്പാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, അതൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, പബ്ലിക് ഓർഗനൈസേഷൻ, അതിൽ പബ്ലിക് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അഥവാ മൾട്ടി നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. നമ്മൾ MNC എന്ന് അതിനെ ചുരുക്കി പറയും. MNCs എന്നാണ് അതിനെ പറയുക. മൾട്ടി നാഷണൽ കമ്പനീസ് ഓർ ഗ്ലോബൽ എൻ്റർപ്രൈസസ്. നമുക്കറിയാം, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ്, ബിസിനസ് യൂണിറ്റ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. മൾട്ടി നാഷണൽ കമ്പനി നമുക്കറിയാം. മൾട്ടി നാഷണൽ കമ്പനി എന്ന് വെച്ചാൽ മൾട്ടി മീൻസ് എന്താണ്? മെനി എന്നുള്ള അർത്ഥമാണ്. ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ മൾട്ടി എന്ന് പറയുക. നാഷണൽസ് എന്ന് പറഞ്ഞാൽ കൺട്രീസാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കൺട്രിയിൽ, അതായത് വേൾഡ് വൈഡായിട്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ അത് നിലവിൽ വന്നിട്ടുള്ളത് ആ രാജ്യത്ത് മാത്രമല്ല മറ്റ് കൺട്രീസിലും കൂടി അതിൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കുകയാണെങ്കിൽ, വേൾഡ് വൈഡായിട്ട് മെനി കൺട്രീസിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ മൾട്ടി നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. That is, a multinational company is the company which operates in many countries. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കൺട്രികളിൽ, രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ഓർഗനൈസേഷനെയാണ് നമ്മൾ മൾട്ടി നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ആവാം, ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്പനി ആവാം. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇന്ത്യയിലായിരിക്കും. പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ, അത് ബിസിനസ് മറ്റ് രാജ്യങ്ങളിലൊക്കെ നടത്തുന്നുണ്ടാവും. അതിൻ്റെ ഓവറോൾ കൺട്രോൾ ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അപ്പം ഇത്ര MNCസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? ഒരു കൺട്രിയിലായിരിക്കും. പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ ആ കൺട്രിയിൽ മാത്രമായിരിക്കില്ല, മറ്റ് കൺട്രീസിലും അതിനെന്തുണ്ടാവും? ഓപ്പറേഷൻസ് ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയാം, അങ്ങനെയുള്ള കൺട്രീൻ്റെ ചിലപ്പോൾ കൺട്രോൾ നടക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ അവിടെ ആയിരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു കൺട്രിയിലായിരിക്കും. പക്ഷേ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? വേൾഡ് വൈഡായിട്ട് നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ they operate on a very large scale and have very wide marketing network. എന്താണ് സാധാരണ ഇപ്പോൾ ഒരു രാജ്യത്ത് മാത്രം നടത്തുന്ന ഒരു ബിസിനസ് കമ്പനി ആണെങ്കിൽ അവർക്ക് ആ രാജ്യത്തിന് ആവശ്യമായ അവരുടെ സാധനങ്ങൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മൾട്ടിനാഷണൽ കമ്പനിയാണ്, പല രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്, ആ രാജ്യത്തൊക്കെ എന്താക്കണം, അവരുടെ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകുന്ന ഡിമാൻഡിന് അനുസരിച്ച് എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? വൈഡായിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഇവരുടെ ഈ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്ട്സ് എത്തിക്കണമെങ്കിൽ എന്തും ഉണ്ടാവണം? വൈഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസും ഇവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് ഇവരെപ്പോഴും യൂസ് ചെയ്യുക. ഇവർക്ക് നല്ല റിസോഴ്സസ് ഉണ്ടാവും. വലിയ കമ്പനിയാണ്, ഇവർക്ക് നല്ല റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ്, എംപ്ലോയീസ് കുറേ ഉണ്ടാവും. അതുപോലെ തന്നെ ഫിനാൻസ് കുറേ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുക. ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ്. എപ്പോൾ അവർ ഒരിക്കലും ഒരു സിംഗിൾ പ്രോഡക്റ്റിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, പല രാജ്യങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പോൾ ആ രാജ്യങ്ങളിലുള്ള അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വോൺസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എന്തായിരിക്കും? പ്രോഡക്ട്സ് ആയിരിക്കും അവർ എത്തിക്കുക. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ആണെന്ന് വെച്ചോ, അവർ ക്ലോത്തിങ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലത്തെ ക്ലോത്ത് ആയിരിക്കില്ല ഇപ്പോൾ അമേരിക്കൻസ് യൂസ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ഓരോ രാജ്യത്തിൻ്റെയും ടേസ്റ്റും പ്രിഫറൻസും നീഡ്സും വോൺസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഇത്തരത്തിലുള്ള MNCs പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് ഫാക്ടറി, ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു കൺട്രിയിലാണെങ്കിൽ പോലും അവരുടെ കൊളാബറേഷനിലുള്ള അവരുടെ പല സബ് ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഓഫീസസും ഒക്കെ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസ് ഓർ MNC ആർ giant business organizations which operates
in addition to the country in which they are incorporated in one or more other countries. അതായത് ഗ്ലോബൽ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ MNC എന്ന് പറയുന്നത് ജയൻറ്റ് ബിസിനസ് ഓർഗനൈസേഷനാണ്, ലാർജ് ബിസിനസ് ഓർഗനൈസേഷനാണ്. മോർ ദാൻ വൺ കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലാർജ്, ജയൻറ്റ് മീൻസ് വലുത്, അതായത് ലാർജ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. വിച്ച് ഓപ്പറേറ്റ്സ് ഇൻ എഡീഷൻ ടു ദി കൺട്രി ഇൻ വിച്ച് ദേ ആർ ഇൻകോർപ്പറേറ്റഡ്. അവരെവിടെയാണോ ഫോം ചെയ്തത് ആ കൺട്രിയിൽ മാത്രമല്ല മറ്റ് പല കൺട്രീസിലും അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുള്ള, സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, MNCs എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് MNCs, നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മിക്ക പ്രോഡക്ട്സും MNCസിൻ്റെ ആണ്. അപ്പോൾ അതിനൊരു ടേബിൾ നിങ്ങൾക്ക് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ സാംസങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനീസാണ്. അത് പല രാജ്യങ്ങളിൽ അവരുടെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫിലിപ്സ്, LG എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോണിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന MNCs ആണ്. ദെൻ മോട്ടോർ വെഹിക്കിളാണ്, ഫിയാറ്റ്, ഫോർഡ്, ഹോണ്ട, സുസുക്കി, ടാറ്റ മോട്ടോഴ്സ് ഒക്കെ MNCs ആണ്. ദെൻ ഫുഡ് ആൻഡ് ബിവറേജ് എടുക്കുകയാണെങ്കിൽ പെപ്സി, കൊക്കക്കോള ഇതൊക്കെ അതിൽ വരും. ന്യൂസ് നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ CNN. ദെൻ അത്ലറ്റിക് ഷൂസ് എടുക്കുകയാണെങ്കിൽ അഡിഡാസ്, നൈക്ക്, റീബോക്ക്. ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഇനിയും വൈഡ് വെറൈറ്റി ഓഫ് MNCs, വൈഡ് ബിസിനസ്, പല വെറൈറ്റി ഓഫ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയാണ് എന്താണ് MNCs എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മിക്കവാറും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണിക്കാറുള്ളത് MNC എന്താണ്, MNCs അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ എസ്സേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുക. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ എന്താ ചോദിക്കുക, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബിസിനസ്സിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസും എന്തിനെയാണോ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. എന്നാലേ ഫുൾ സ്കോഴ്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ റോൾ ഓഫ് MNCs ഇൻ ഇന്ത്യൻ എക്കോണമി എന്നൊക്കെ ചോദിച്ചു കളയാം. അപ്പോൾ അത് എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ലെവൽ തരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് MNCസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മാർക്ക് അനുസരിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. മാർക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള MNC എന്ന് പറയുന്നത്.